വറുത്തരച്ച കുമ്മില് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കുമ്മില് മഞ്ഞൾ ഉപ്പിട്ട വെള്ളത്തിൽ അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ കഴുകിയെടുത്തതാണ്. ഇതൊരു ചട്ടിയിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് നമുക്ക് മിക്സ് ആക്കാം. ഒരു ഉള്ളിയും പച്ചമുളകും നീളത്തിലരിഞ്ഞതും ഇടാം. ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവാൻ വെക്കാം. പെരക്കി വെച്ച കുമില് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ച് വറവിനുള്ള സാധനങ്ങളാക്കാം. ജീരകവും തേങ്ങയും ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നല്ല ചോക്ക ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കാം. തേങ്ങയെല്ലാം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തണിയാൻ വെക്കാം. ഒരു പാത്രത്തിലേക്കിട്ട് തണിയാൻ വെക്കാം. വെച്ച തേങ്ങയും ജീരകവും നല്ലോണം ചുവന്ന കളറായി തണിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരാം. അല്പം വെള്ളം ഒഴിച്ച് മുതിക്കെ അരച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. കുമ്മിലെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ കറി വെച്ച പോലെ ഉണ്ടാവും ഇത് വെച്ചാൽ. കറിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് വറുത്തിടാം. ഒരു വാരുള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുകിടാം. കടുവെല്ലാം പൊട്ടുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി, നീരുള്ളി ചെറുതായി മുറിച്ചതും കരിവേപ്പിലയും വറ്റൽമുളകും ഇടാം. ഈ നീരുള്ളി ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് വഴറ്റി കറിയിലേക്ക് ഒഴിക്കാം. സവാളയെല്ലാം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. തേങ്ങ വറുത്തരച്ച കുമിലി കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ.